മലേഷ്യയിലേക്ക് തൊഴിലാളികളായി 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന തമിഴ്നാട്ടുകാരാണ് ഇന്ന് ഈ രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും വലിയ ഇന്ത്യൻ സമൂഹം. മലേഷ്യയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒട്ടുമിക്ക ടൗണുകളിലും നമ്മുടെ ഈ അയൽനാട്ടുകാരെ കാണാനാവും. ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാവുന്ന വേഷവും വളരെ ഭംഗിയായി തമിഴിൽ തന്നെ പേരെഴുതി വെച്ച കടകളും അവരുടെ സാംസ്കാരിക തനിമയെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ കൂടുതലുള്ള പ്രദേശങ്ങളിലെല്ലാം പൊതുവെ ധാരാളമായി കാണാറുള്ള മലയാളികൾ ഇന്നാട്ടിൽ ഇല്ലെന്നല്ല, പക്ഷെ താരതമ്യേന വളരെ കുറവാണ് അവരുടെ എണ്ണം. തൊഴിലാളികളായാണ് തമിഴ്നാട്ടുകാർ എത്തിപ്പെട്ടതെങ്കിൽ ഉയർന്ന ജോലികൾ തേടിയാണ് മലയാളികൾ മലേഷ്യയിലെത്തിയത്. കൂട്ടത്തിൽ ഒരൽപ്പം ബിസിനസ്സുകാരും. അതുകൊണ്ട് തന്നെ മാർക്കറ്റുകളിൽ മലയാളികളുടെ സാന്നിധ്യം തമിഴ്നാട്ടുകാരെ അപേക്ഷിച്ച് തീരെ കുറവാണ്. എന്നാൽ തീരെ ഇല്ലാതെയുമല്ല. സവിശേഷം എന്ന് വിളിക്കാവുന്ന രീതിയിൽ ഇക്കൂട്ടത്തിൽപ്പെട്ട മലയാളിയാണ് സെമ്പിലാനിൽ പലചരക്ക് വ്യാപാരിയായ ചാവക്കാട്ടുകാരൻ അബ്ദുൽ ഗഫൂർ. മലേഷ്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പെയുള്ള കാലത്ത് 1940കളിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കൂപ്പിനോട് ചേർന്ന് ഹോട്ടൽ തുറന്ന അബ്ദുൽ ഗഫൂറിന്റെ മുത്തച്ഛൻ മുഹമ്മദ് ഹാജിയാണ് ആദ്യം ഈ രാജ്യത്തെത്തുന്നത്. അദ്ദേഹം തുടക്കമിട്ട റെസ്റ്റോറന്റ് BP ഹൗസ് എന്ന ഹോട്ടൽ അതേ പേരിൽ ഇപ്പോഴും ഇവിടെയുണ്ട്. മിസിരിയ എന്ന പേരിൽ സെമ്പിലാനിലെ ഈ പലചരക്ക് കടയുടെ തുടക്കം അബ്ദുൽ ഗഫൂറിന്റെ പിതാവ് വടക്കേ പീടികക്കൽ ബാപ്പുവിന്റെ കാലത്താണ്.